ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈയിടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. അതായത് ഏറ്റവും മോശം ദിനങ്ങളാണ് നല്ല ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഇത്. എനിക്ക് സത്യം അത് നന്നായിട്ട് കണക്ട് ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് എനിക്കിന്ന് സുവിശേഷം പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഏറ്റവും മോശം ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ, മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ, സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ ചിന്തകളായിരിക്കുമല്ലോ. അത് അങ്ങനെ സഹായിച്ചവരാരെയും നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ചിലര് എനിക്കറിയത്തില്ല എല്ലാവരെയും കാര്യം. അപ്പൊ എനിക്ക് ആ സാഹചര്യത്തില് എന്നെ സഹായിച്ചത്, എന്നെ സ്നേഹിച്ചത്, എന്നെ ആശ്വസിപ്പിച്ചതല്ല എന്റെ നസ്രായനാണ്, കർത്താവിന്റെ വചനങ്ങളാണ്. എനിക്ക് ചുറ്റുമുള്ളവരാണെങ്കിലും പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കർത്താവ് കൂടെയുണ്ട്. എനിക്കത് മതി അല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്കത് മതി. ഒരാൾ എന്നോട് നിന്നെ നസ്രായൻ അത്രയും സ്നേഹിക്കുന്നില്ലേ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എന്റെ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ അങ്ങനെ തന്നെയാണ്. കർത്താവ് കൂടെ ഉണ്ടല്ലോ. അപ്പൊ പ്രതിസന്ധികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആ സർവശക്തനായ ഒരു ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. കർത്താവ് ഇതിനു മുമ്പും എല്ലാ അത്ഭുതങ്ങളിലൂടെയും എല്ലാ അനുഗ്രഹങ്ങളിലൂടെയും തന്നെയാണ് നടന്നത്. പക്ഷെ അന്നൊന്നും ഇതുപോലെ ഇരുന്ന് സുവിശേഷം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ഇത്രയും സുശേഷനായിട്ട് എനിക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഇത് പറയണം എന്ന് തോന്നുന്നത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു ദൈവിക സാന്നിധ്യമാണ്. ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ ഞുള്ളി നോക്കും. ദൈവമേ, ഞാൻ ഇത് എവിടെ, ഞാൻ ഇത് സ്വപ്നമാണോ എന്നൊക്കെ എനിക്ക് തോന്നും. അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഈ ഒരു ഇവിടെ എത്തുന്നതിന് മുമ്പ്. കാരണം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കിത് സഹിക്കാവുന്നതിൽ അപ്പുറത്താണെന്ന് ഞാൻ നസ്രേനോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് മൗനമായിട്ടിരുന്നു. ചില സമയത്ത് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിച്ച് പെട്ടെന്ന് മറുപടിയാണ്. പക്ഷെ നമ്മളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം താൽക്കാലികമായിരിക്കും. പക്ഷെ അത് നസ്രായന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറത്താണ്, എന്നെ കൊണ്ട് ഇതിന്റെ അപ്പുറത്ത് പോകാൻ പറ്റും, എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയും, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം മാത്രമേ ഇനി നിറവേറിയാൽ മതി. കാരണം ഞാൻ പിടിച്ചു മേടിച്ചതോ ഞാൻ അത്ര ഇതായിട്ട് ഒന്നും എനിക്ക് അത്ര എന്താ പറയാ വീണ്ടും വീണ്ടും സങ്കടങ്ങളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് നസ്രായൻ അങ്ങ് വിട്ടുകൊടുത്തുകൊണ്ട് ഞാനിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും ഇവിടെ ഇരുന്ന് സുവിശേഷം പറയുന്നതും ഇത്ര ധൈര്യത്തില് എന്താ പറയാ ഇങ്ങനെ നസ്രായനെ കുറിച്ച് പറയാൻ സാധിക്കുന്നതും ഒക്കെ ആ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. മറ്റൊരാളുടെ അനുഭവമല്ല, എന്റെ അനുഭവത്തിൽ നിന്ന് എന്നെ സ്നേഹിക്കാനും എന്നെ സംരക്ഷിക്കാനും എന്നെ കരുതാനും എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടാണ്. അതെന്റെ കർത്താവിന്റെ വെറും വാക്കല്ല, ശരിക്കും സത്യമാണ്. നസ്രായൻ എന്തുമാത്രം കാര്യങ്ങളാണ്. ഞാൻ നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, അല്ലെ നിന്നെ ഞാൻ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, അല്ലെ ഞാൻ നിന്നെ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കും. സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മള് വെറും വാക്കല്ല. അതൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ സുവിശേഷം പറയുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് എല്ലാം കർത്താവിന്റെ വചനമാണ് കേട്ടോ. കാരണം നസ്രായനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്നൊന്നും വിടാനായിട്ടില്ല. എല്ലാം ദൈവവചനത്തിലുണ്ട്. കാരണം നസ്രായൻ അങ്ങനെയാണ്. നസ്രായനെ അറിഞ്ഞവര് നസ്രായനെ കുറിച്ച് പറയാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അതിപ്പം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിലും ഇപ്പം ഞാൻ ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാൻ തുടങ്ങിയത് പോലും. കാരണം അത്രയും ദൈവസാന്നിധ്യത്തിന്റെ ആ ഒരു അവസ്ഥ കടന്നു വന്നതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ എന്നെ അറിയുന്ന എന്റെ കൂട്ടുകാരോടായാലും അല്ലെ എന്നെ ആരെങ്കിലും വിളിച്ച് എനിക്ക് പറയാനായിട്ട് എനിക്കിതേ ഉള്ളൂ. കാരണം എനിക്ക് വേറൊന്നുമില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനും എനിക്കിതേ ഉള്ളൂ. കാരണം ഇതെന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ആണ്, അല്ലാതെ ഒരു താൽക്കാലികമായ ഒരു സന്തോഷം അല്ലെ അങ്ങനെ ഒരു ഇതല്ല. ഇത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നവരാൽ ഇതെല്ലാം സാധിക്കും. ഇതിലെല്ലാ വാഗ്ദത്തങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. നസ്രായൻ ഒരിക്കലും വെറും വാക്ക് പറയത്തില്ല, അവൻ വാക്ക് മാറത്തില്ല. എന്റെ യേശുവിനെ അറിയത്തില്ലാത്തൊരു കാര്യമാണ്. വാക്കുമാറാൻ എന്റെ കർത്താവിനെ അറിയത്തില്ല. വാക്കുമാറാൻ അവൻ മനുഷ്യനുമല്ല, അവൻ ദൈവമാണ്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധികളിലായാലും ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക. കർത്താവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സമയം, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങൾ മാറ്റിവെക്കുക. ജീവിതത്തിലെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട്
വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് ഞാനൊരു വചനം കൂടെ വായിക്കാം, കാരണം ഇപ്പൊ എനിക്ക് എടുത്തപ്പോ കിട്ടിയതാ. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. 2 തെസ്സലോനിക്കർ 3:3 ആമേൻ. ഹല്ലേലൂയ.